മൊബൈൽ ആപ്പുകൾ ട്രേഡ് മാർക്കിലെ ഏത് ക്ലാസ്സിലാണ് അപേക്ഷിക്കേണ്ടത്? ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണത്. ധാരാളം ആൾക്കാർ ഒരു സംശയം ചോദിച്ച് വിളിക്കാറുണ്ട്. അതിനുള്ളൊരു ക്ലാരിറ്റി ഞാൻ തരാം. മൊബൈൽ ആപ്പിനായിട്ട് പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ക്ലാസ് ഇല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ മൊബൈൽ ആപ്പ് നിങ്ങളുടെ ആ ആപ്പിൻ്റെ പേര് ടോട്ടലി പ്രൊട്ടക്റ്റഡ് ആയി എന്നൊരിക്കലും നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. മൾട്ടിപ്പിൾ ക്ലാസ്സസിൽ കവർ ചെയ്ത് കിടക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് ക്ലാസ് 9 എന്ന് പറയുന്നത്. പലർക്കും തോന്നാം ഈ ക്ലാസ് 35 വരെ 1 മുതൽ 35 വരെ പ്രോഡക്റ്റ് അല്ലേ, പ്രോഡക്റ്റുകൾക്ക് മാത്രമല്ലേ ഈ പറയുന്ന ക്ലാസ്സസ് ബാധകമാവുന്നത്, ആൻഡ് 35 മുതൽ 42 വരെ സർവീസ് അല്ലേ, അപ്പോൾ ഈ ആപ്പ് എന്ന് പറയുന്ന ഒരു സർവീസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതല്ലേ? പലർക്കും ഒരു സംശയമാണ്. എപ്പോഴും മനസ്സിലാക്കേണ്ടത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ സാധനമാവണമെന്നില്ല. നമുക്ക് എടുക്കാൻ കഴിയുന്ന, തൊടാൻ കഴിയുന്ന ഒരു സാധനം മാത്രമല്ല പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അത് പ്രോഡക്റ്റിലൊരു കാറ്റഗറിയാണ്. ദാറ്റ് ഈസ് ഫിസിക്കൽ പ്രോഡക്റ്റ് എന്ന് പറയാം. മറ്റൊന്നാണ് ഡിജിറ്റൽ പ്രോഡക്റ്റ്. നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ആപ്പ്, ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സോഫ്റ്റ്വെയറുകൾ, ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന PDF-കൾ, ഇതെല്ലാം പ്രോഡക്റ്റുകളാണ്. ഇതെല്ലാം പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഗണത്തിലാണ് നമുക്ക് പെടുത്താനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മൊബൈൽ ആപ്പോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറോ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് പ്രോഡക്റ്റ്. പെർട്ടിക്കുലറായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിജിറ്റൽ പ്രോഡക്റ്റ് ആണ്. സോ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ്, ഇത്തരത്തിലുള്ള ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ, ആപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ക്ലാസ്സാണ് ക്ലാസ് 9. സോ ക്ലാസ് 9 നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഇനി ക്ലാസ് 9 മാത്രം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് പ്രൊട്ടക്റ്റ് ആയെന്ന് വരത്തില്ല. ക്ലാസ് 9 തന്നെ ക്ലാസ് 42 കൂടി നിങ്ങൾ അപേക്ഷിക്കുക. എന്താണ് ഈ ക്ലാസ് 42 എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് വരുന്നത് സോഫ്റ്റ്വെയർ ആസ് സർവീസ്, സാസ് പ്ലാറ്റ്ഫോം പോലുള്ളത്. നിങ്ങളൊരു സോഫ്റ്റ്വെയർ, ഒരു സർവീസ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഒരു സർവീസ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ക്ലാസ് 42 അല്ലെങ്കിൽ സാസ് പ്ലാറ്റ്ഫോം ആണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ക്ലാസ് 42 അപ്പം ഈ സോഫ്റ്റ്വെയറിൻ്റെ വലിയൊരു ഭാഗം ഈ കാര്യങ്ങൾ വരുന്നത് ക്ലാസ് 42 അപ്പോൾ 9 മാത്രമല്ല, നിങ്ങൾ 42 കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ കിട്ടും. അൾട്ടിമേറ്റ്ലി ട്രേഡ് മാർക്ക് എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത്? നമ്മുടെ പേര് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, മറ്റൊരാൾ ഈ പേര് യൂസ് ചെയ്യാതിരിക്കാനായിട്ട് അല്ലേ? സോ മൾട്ടിപ്പിൾ ക്ലാസ്സിൽ അപ്ലൈ ചെയ്യുന്നത് അത്രയും നല്ലതായിരിക്കും. ക്ലാസ് 9, ക്ലാസ് 42. ഇനി അതുകൊണ്ട് മാത്രം നിങ്ങളുടെ പേര് പ്രൊട്ടക്റ്റ് ആകുമോ? ഇല്ല. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഫുഡ് ഡെലിവറി ആപ്പാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ക്ലാസ് 9 നിങ്ങൾക്ക് ചെയ്യാം. 42 ഞാൻ ചെയ്യണമെന്നില്ല. നിങ്ങളൊരു സർവീസ് ബേസ് ചെയ്തിട്ടുള്ള ബിസിനസ്സാണ്, ഒരു സോഫ്റ്റ്വെയർ സർവീസ് എന്ന് പറയുന്ന ലെവലിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് 42 ചെയ്യാം. ഈ ക്ലാസ് 9 തന്നെ നിങ്ങൾ പരിഗണിക്കേണ്ട ഒരു ക്ലാസ്സാണ് ക്ലാസ് 43. ക്ലാസ് 43 റെസ്റ്റോറൻറ്റ്, ഫുഡ് സെർവിങ്, കാറ്ററിങ് പോലുള്ള കാര്യങ്ങൾ വരുന്നത്. ഫുഡ് ഡെലിവറിങ് ആപ്പ് ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് 43 കൂടി അപേക്ഷിക്കണം. 9 43. 9 എന്ന് പറയുന്നത് ഈ ആപ്പിൻ്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ക്ലാസ് ആണ്. ഡൗൺലോഡബിൾ ആപ്പ് അല്ലെങ്കിൽ ഡൗൺലോഡബിൾ സോഫ്റ്റ്വെയർ ജനറൽ ആണ്. ഇനി പെർട്ടിക്കുലർ ആയിട്ട് ഫുഡിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ്സിന് 9 തന്നെ ക്ലാസ് 43 ഫുഡിൻ്റെ കാറ്റഗറി കൂടി നിങ്ങൾ, റെസ്റ്റോറൻറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് സെർവിങ്ങിൻ്റെ കാറ്റഗറി കൂടി നിങ്ങൾ അപേക്ഷിക്കണം. ഇനി നിങ്ങൾ ചെയ്യുന്നത് ഒരു എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ളൊരു ആപ്പാണ്, ട്യൂട്ടറിങ് ആപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലാസ് 9 തന്നെ ട്യൂട്ടറിങ് ഏതിലാണ് വരുന്നത്? 41 വരുന്നത്. എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് 41. സോ 41 നിങ്ങൾ അപേക്ഷിക്കേണ്ടതായിട്ട് വരും. ഇനി പോട്ടെ, നിങ്ങൾ ചെയ്യുന്നത് ബാങ്കിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആപ്പാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ SBIയുടെ യോണോ എന്നൊക്കെ പറയുന്ന ആപ്പ് പോലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് 9 തന്നെ പരിഗണിക്കേണ്ടതാണ് ക്ലാസ് 36. വരുന്നത് എന്താണ്? ഈ പറയുന്ന ഫൈനാൻസ് ബേസ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകളാണ്. സോ ഇത്തരത്തിലുള്ള പെർട്ടിക്കുലറായിട്ട് നിങ്ങൾ എന്ത് ബിസിനസ്സാണോ ചെയ്യുന്നത്, ഏത് കാറ്റഗറി ബിസിനസ്സാണോ ചെയ്യുന്നത്, ആ ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള ട്രേഡ് മാർക്ക് ക്ലാസ്സിൽ കൂടി അപേക്ഷിക്കുന്നത് നിങ്ങളുടെ പേര് കുറച്ചുകൂടെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. സോ ക്ലാസ് 9 മാത്രമല്ല അപേക്ഷിക്കേണ്ടത്. നിങ്ങളൊരു സോഫ്റ്റ്വെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി നിങ്ങൾ ടെലികമ്മ്യൂണിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള സർവീസ് ആണോ, അതോ ട്രാവൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രാവൽ ബുക്കിംഗ് ആപ്പാണോ, അല്ല നിങ്ങൾ ഒരു എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണോ, നിങ്ങൾ ഫുഡ് സെർവിങ് ആണ്, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിൻ്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള, അപ്പോൾ ഡോക്ടർ ബുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ക്ലാസ് 44 നിങ്ങൾ അപേക്ഷിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ക്ലാസ്സസിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പിൻ്റെ പേരിനൊരു ഫുൾ പ്രൊട്ടക്ഷൻ, ഫുൾ കവറേജ് കിട്ടത്തുള്ളൂ. മറക്കാതിരിക്കുക, ആപ്പ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിർബന്ധമായിട്ടും ട്രേഡ് മാർക്കിംഗ് കൂടെ അപേക്ഷിക്കുക. കാരണം ആപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരുപാട് പൈസ ചിലവഴിക്കുന്നതാണ്. മാത്രമല്ല ആപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം നിൽക്കുന്നതല്ല, അത് ഒരുപക്ഷെ ഇന്ത്യ കംപ്ലീറ്റ് കവർ ചെയ്യും അല്ലെങ്കിൽ ലോകം കംപ്ലീറ്റ് കവർ ചെയ്യുന്നതാണ്, എല്ലാവരും കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് നിങ്ങളത് പബ്ലിഷ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഡ്യൂപ്ലിക്കേറ്റ് വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ പേര് കോപ്പി ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ
ട്രേഡ് മാർക്ക് എടുക്കാൻ ഒരിക്കലും മറക്കരുത്. നിങ്ങൾക്ക് ട്രേഡ് മാർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവീസ് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ കണക്ട് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ വീഡിയോയിലും നമ്മുടെ നമ്പർ അവൈലബിൾ ആണ്.